നെക്സ്റ്റ് സെക്ഷൻ 3 ഫൊറിയർ കോയിഫിഷ്യൻസ്. ഇപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ എന്താണ് ഫൊറിയർ സീരീസിൻ്റെ ഡെഫിനിഷൻ എന്ന് പഠിക്കുന്നത്. ഇപ്പോൾ ഫൊറിയർ സീരീസിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് പറയുന്നത്? ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ പീരിയോഡിക് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് പീരീഡ് 2l defined in the closed interval -l to l. Okay. Let us suppose that this function can be expanded into a convergent trigonometric series, that is can be represented in the form f of x is equal to a naught divided by 2 plus summation m ranging from 1 to infinity am cos m pi x divided by l plus bm sin m pi x divided by l എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമുക്ക് എന്ത് പറയുന്നത് ഫൊറിയർ സീരീസിൻ്റെ ഇക്വേഷൻ ഡെഫിനിഷൻ പറയുന്നത്. ഇത്രയല്ല, ദെൻ ദ സീരീസ്, അതായത് എഫ് ഓഫ് എക്സിനെ നമുക്ക് ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീരീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫൊറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഈ ഒരു ടേമാണ് ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പീരിയോഡിക് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആയിരിക്കണം. അതിൻ്റെ പീരീഡ് 2l ആയിരിക്കണം. ഇപ്പോൾ ഡെഫിനേഷൻ എഴുതുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ പീരിയോഡിക് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും എന്നുള്ളത്. അതുമാതിരി തന്നെ പീരീഡ് 2l ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. ഇതെപ്പോഴും ഓർത്തിരിക്കണം. കാരണം നമുക്ക് എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2l ആയിരിക്കും തരിക. അതായത് പീരീഡ് 2l is equal to പീരീഡ് 4 എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് l is equal to 4/2 is equal to 2 എന്നൊക്കെ പറയണം. അപ്പോൾ ഈ പറയേണ്ടത് ഏത് ഉപയോഗിച്ചിട്ടാണ് പറയുക? ഇത് ഉപയോഗിച്ചിട്ടാണ് പറയുക. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറയുന്ന കാര്യം ഏത് ഇൻ്റർവെല്ലിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? -l to l എന്ന് പറയുന്ന ഇതിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷനെ എഫ് ഓഫ് എക്സിനെ ഈ ഒരു ഫോമുല എന്ന് പറയുന്നത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഗിവൺ ഫംഗ്ഷനെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആയ സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീരീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. ഇവിടെ an ആൻഡ് bn ആർ ദ കോൺസ്റ്റൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആണ് ആൻഡ് ഇസ് നോൺ ആസ് ദ ഫൊറിയർ കോഎഫിഷ്യൻറ്റ് ഓർ ഫൊറിയർ കോൺസ്റ്റൻസ് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇത്രയും വരെ ആയിക്കഴിഞ്ഞാലാണ് നമ്മുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നത്. ഹിയർ an ആൻഡ് bn ആർ ദ കോൺസ്റ്റൻസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആൻഡ് ആർ നോൺ ആസ് ദ ഫൊറിയർ കോഎഫിഷ്യൻസ് ഓർ ഫൊറിയർ കോൺസ്റ്റൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഫൊറിയർ കോൺസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ആകെ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം, അതായത് ഫൊറിയർ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് നമ്മളൊരു ഗിവൺ ഫംഗ്ഷനെ നമുക്ക് അതായത് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ ഫോം, ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ടേംസ് ഏതൊക്കെയാണ്? എ നോട്ട് കണ്ടുപിടിക്കണം, അതുമാതിരി തന്നെ എ എം കണ്ടുപിടിക്കണം, അതുമാതിരി ബി എം കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ ഇനി ഇവിടെ എ എമ്മും എ നോട്ടിൻ്റെയും ബി എമ്മിൻ്റെയൊക്കെ ഡെഫിനേഷൻ എന്ത് ചെയ്യുകയാണ്? ബൈ ഹാർട്ട് ചെയ്യുകയാണ്. അത്രേ ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, ഇപ്പം എ നോട്ട് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ, എ നോട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് എ നോട്ട് ഇസ് ഈക്വൽ ടു 1/l ഇൻറ്റു ഇൻ്റഗ്രൽ -l to l എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. ഇനി നമുക്ക് എന്താണ് അറിയേണ്ടത്? എ എമ്മും ബി എമ്മും ഒക്കെ അറിയണം. ഓക്കെ, അപ്പോൾ ആ എ എമ്മിനെയും ബി എമ്മും ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. എ എമ്മിൻ്റെയും ബി എമ്മിൻ്റെയും ഇക്വേഷനാണ് ഈ ഒരു പറഞ്ഞിരിക്കുന്നത്. എ എം ഇസ് ഈക്വൽ ടു 1/l ഇൻറ്റു ഇൻ്റഗ്രൽ -l to l എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് m pi x ഡിവൈഡഡ് ബൈ l dx where m varies from the range 0, 1 to etc. and bm is equal to 1/l within the interval integral -l to l f of x sin m pi x divided by l where m varies from 1 to etc. up to n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിലർ ഫൊറിയർ ഫോർമുല ഫോർ ദ ഫൊറിയർ കോഎഫിഷ്യൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓയിലർ ഫൊറിയർ ഫോർമുല ഫോർ ദ ഫൊറിയർ കോഎഫിഷ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എ എം എന്ന് പറയുന്നതും ബി എം എന്ന് പറയുന്നതും നേരത്തെ എ നോട്ട് നമ്മൾ പഠിച്ചതും അത്രയാണ്. അപ്പോൾ അതാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക്
പ്രോബ്ലം ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പോൾ പ്രോബ്ലം ചെയ്യാനാണ് ഇനി നമ്മൾ ഡയറക്റ്റ്ലി പോവുകയാണ്. സോ വിത്ത് പ്രോബ്ലം സ്കെച്ച് the graph of the function f defined by f of x is equal to mod x within the interval minus 2 less than or equal to x less than or equal to 2 and given that f of x plus 4 is equal to f of x for 3 periods and find the Fourier series of f എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താ തന്നിട്ടുള്ളത് ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അത് വിത്തിൻ ദ ഇൻ്റർവൽ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഫൊറിയർ സീരീസ് ഫോർ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷനെ മോഡുലസ് ഫംഗ്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് തന്നിട്ടുള്ളത്. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. സോ അങ്ങനെ റീഅറേഞ്ച് ചെയ്താണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -x വെൻ എവർ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 0 എന്നും എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാ ഇങ്ങനെ മാറ്റി എഴുതിയെന്നല്ലേ. നമ്മൾ മോഡ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ, -1 എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് തന്നെ വരണം, 1 തന്നെ വരണം അല്ലേ. അപ്പം നെഗറ്റീവ് വാല്യൂസ് ഇപ്പോൾ നമ്മൾ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എവിടെ മുതലാണ്, -2 മുതൽ 2 വരെയാണ്. ഇവിടെ 0 ആണെങ്കിൽ ഈ ഒരു പോർഷനിൽ നമ്മൾ എന്തായിരിക്കണം, ഇവിടെയുള്ള നമ്പേഴ്സൊക്കെ നെഗറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ -x എന്നും ഈ ഒരു ഇൻ്റർവെൽ മുതൽ ഈ ഒരു ഇൻ്റർവെൽ വരെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എക്സ് എന്നും എടുക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ ശരിയുള്ളൂ. അപ്പോൾ ഇത് മോഡുലസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പ്രകാരമാണ് നമ്മൾ ഈ ഒരു ഫോമിലോട്ട് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ പീരീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഗിവൺ തന്നിട്ടുള്ള കാര്യം എന്താ, എഫ് ഓഫ് എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോമിലാണ് വരുന്നതെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതേമാതിരി ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് ഇവിടുത്തെ ഈ ഫംഗ്ഷൻ്റെ പീരീഡ് എത്രയായിരുന്നു, പീരീഡ് എന്ന് പറയുന്നത് 4 ആയിരുന്നു. ഓക്കെ, ദ പീരീഡ് ഓഫ് ദിസ് ഗിവൺ ഫംഗ്ഷൻ ഈസ് 4. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഗിവൺ ഫംഗ്ഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത് നമുക്കുള്ളത് എന്താണ്, 4 എന്നാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കണം. ഇവിടെ ശ്രദ്ധിക്കണം, ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫോർ 3 പീരീഡ്സിലാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ ആണ്. ഇപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാണ്, എക്സ് ആക്സിസ് എക്സ് ആക്സിസ് വരച്ചു, അതിനുശേഷം വൈ ആക്സിസ് വരച്ചു അല്ലേ. അപ്പം നമുക്ക് എവിടുന്ന വേണ്ടത്, -2 to 2 എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർവെല്ലിൽ നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കണം. മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും. ഓക്കെ, അങ്ങനെയല്ല നമ്മൾ പോയിൻറ്റ്സ് നോക്കിയത് 0 കൊടുക്കുമ്പോൾ 0 0 അല്ലേ. എഫ് ഓഫ് എക്സിന് 2 കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് വരും, 2 വരും. എക്സിന് -2 കൊടുക്കുമ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് വരും, 2 വരും. എഫിന് 1 കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 1 വരും. എഫിന് -1 കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 1 വരും. സോ നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടിയത്. ഓക്കെ, ഇനി ഇവിടുന്ന് മുതൽ ഇവിടം വരെ ഉള്ള ഡിസ്റ്റൻസ് ഒന്ന് നോക്കിക്കേ, എത്രയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, 2 - 2 എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 4. സോ ഇതിൻ്റെ പീരീഡ് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്ത് 4 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരു ഡിസ്റ്റൻസ് 4 എടുക്കാം. അതായത് 2-ൽ നിന്ന് 4 ഡിസ്റ്റൻസ് അകലെ അടുത്ത പോയിന്റ്. സോ ഇവിടുത്തെ 6 എന്നായിരിക്കും ആ പോയിന്റ് ഉണ്ട്. അതിൽ നമ്മൾ ഇതേ സെയിം ഗ്രാഫ് എന്ന് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്തിട്ട് വരയ്ക്കുകയാണ് വേണ്ടത്. ഒരിക്കലും അതായത് 6-ൽ മോഡ് എക്സിൻ്റെ വാല്യൂ 6 ആണ് വരിക എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടൊന്നും പോയിന്റ് അടയാളപ്പെടുത്തരുത്. പീരിയോഡിക് ഫംഗ്ഷനാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എവിടുന്ന് മുതലേ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ മാത്രമാണ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു ഇത് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് 3 പീരീഡ്സ് ആക്കിയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പീരീഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്രയും പോർഷൻ ഗ്രാഫ് വരഞ്ഞു, അടുത്തൊരു പോർഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത്രയും പീരീഡ് വരഞ്ഞു. വേണമെങ്കിൽ നമുക്ക് ഇനി ഇങ്ങോട്ട് ഗ്രാഫ് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് പാർട്ടിലോട്ട് ഒരു പോർഷനാണ്. അപ്പോൾ ഇവിടുന്ന് -2-ൽ നിന്ന് 4 ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് എന്ന് പറയുന്നത് ലേബൽ ചെയ്തു. അപ്പോൾ -6 എന്ന് പറയുന്നതായിരുന്നു ആ ഒരു പോയിന്റ് വരുന്നത്. സോ എഗെയിൻ നമ്മൾ ആ ഗ്രാഫ് അതായത് അതേ ഫോമിൽ എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്തിട്ട് ഇവിടെ വരഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ, നമുക്കിങ്ങനെ ഒരു ഓർഡറിൽ നമുക്കിങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോകുന്നതിനെയാണ്
ഈ ഒരു ഗ്രാഫിനെ പറയുന്നതാണ് ഗ്രാഫ് ഈസ് എ ട്രയാങ്കുലർ വേവ് എന്ന് പറയുന്നത്. അതായത് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ പോണതിനാണ് നമ്മൾ വേവ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏത് ഫോമിലാണ്, ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ വേവ് ഫോമിലാണ് ഗ്രാഫ് പോകുന്നത്. അതും നമ്മൾ വരച്ച് ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുക, ഇപ്പോൾ ഒരു പാട്ട് കഴിഞ്ഞു അല്ലേ, സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്ന പാട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് ഫോർ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ ഏത് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം, നമ്മളിവിടെ നേരത്തെ പറഞ്ഞ ഈ ഒരു ഫോമിൽ നമുക്ക് എന്ത് ചെയ്യണം, റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എ നോട്ട് കണ്ടുപിടിക്കണം, ദെൻ എ എൻ കണ്ടുപിടിക്കണം, ദെൻ ബി എം കണ്ടുപിടിക്കണം. ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഈ ഒരു എക്സ്പ്രഷനിൽ ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ എ നോട്ടിൻ്റെയും എ എമ്മിൻ്റെയും ഒക്കെ ഡെഫിനേഷൻ നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് 4 ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ ഞാൻ. അതായത് ഇവിടുത്തെ പീരീഡ് നമുക്ക് 4 ആയിരുന്നു പറഞ്ഞു. ഈ 4ന് നമ്മൾ എങ്ങനെയാണ് എഫ് ഓഫ് എക്സിൻ്റെ പീരീഡ് എടുക്കുന്നത്, 2L എന്ന് പറയുന്ന ഫോമിലാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ L എന്ന് പറയുന്നത് എന്തായിരിക്കും, L is equal to നമുക്ക് 4/2 എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. L is equal to 4/2 is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും, 2 എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് ഇവിടുത്തെ L എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി. സോ ഇതാണ് L എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫൊറിയർ സീരീസ് ഹാസ് ഓഫ് ദ ഫോം, ഫൊറിയർ സീരീസിൻ്റെ ഫോം ഏതാണ്, എഫ് ഓഫ് എക്സ് is equal to a0 divided by 2 plus summation m range from 1 to infinity am into cos m pi x divided by 2 plus bm sin m pi x divided by 2 എന്ന് പറയുന്ന ഫോമിലാണ്. ഇനി നമ്മൾ എ നോട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ എ നോട്ട് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, നമുക്ക് എ നോട്ട് is equal to 1/L into -L to L എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് 1/2 നമ്മുടെ L എന്ന് എത്രയാണെന്ന് നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ച് 2 എന്ന്, സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 1/2 ഇൻറ്റു ഇവിടെ നിന്ന് മുതൽ എവിടം വരെ നമുക്ക് റേഞ്ച് -L to +L എന്ന് പറയുന്നത്. സോ -2 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതായത് -2 to 2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെ 2 ഇൻ്റർവെല്ലാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെ ഇൻ്റർവെല്ല്, -2 to 0 എന്ന് പറയുന്ന ഈ ഒരു പോർഷനും 0 to 2 എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഇൻ്റഗ്രലിനെ 2ആക്കി സ്പ്ലിറ്റ് ചെയ്തു. എവിടെ നോക്കിയാൽ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ -2 to 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഫോമിൽ എഴുതി. ഓക്കെ, അപ്പോൾ ഈ -2 to 0 എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർവെൽ എഫ് ഓഫ് എക്സ് എന്താണ്, നമുക്ക് -x ആണ് അല്ലേ. സോ എഫ് ഓഫ് എക്സിന് പകരം ഇവിടെ നമ്മൾ -x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ 2 to x എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x ആയിരുന്നു. ആ വാല്യൂ എന്ന് പറയുന്നതും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, ഇൻ്റഗ്രൽ 0 to 2x dx എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മളിതിനെ എന്ത് ചെയ്യാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. സോ നമ്മൾ 1/2നെ അങ്ങനെ തന്നെ പുറത്ത് നിർത്തി. ഓക്കെ, ഇനി നമ്മൾ 1/2നെ നമ്മളവിടെ പുറത്ത് നിർത്തി. ഇനി ബാക്കി നമുക്കുള്ളത് എവിടെയാണ്, ഇൻ്റഗ്രൽ 0 to -xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. -xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -x²/2 എന്ന് വരും നമുക്ക്, വിത്ത് ഇൻ ദ ഇൻ്റർവൽ -2 to 0 എന്ന് വരും അല്ലേ. പ്ലസ് നമുക്ക് എന്ത് വരും, ഇവിടെ എന്താ വരിക, ഇൻ്റഗ്രൽ, അതായത് ഇവിടെ നിന്ന് വരും x² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ എവിടെ നിന്ന് മുതൽ എവിടെ വരെ 0 to 2 എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൽ നമുക്ക്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ 1/2 ആണ്, മൈനസ് ഒന്നുമില്ല. 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ 0 അല്ലേ, 0 മൈനസ്, ദെൻ ഈ ഒരു മൈനസ് കൂടി ഇടുന്നുണ്ട്. ഇപ്പം 0 മൈനസ് വരുമ്പോൾ പ്ലസ് ആയിട്ട് വരും. ദെൻ -2² ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് വരും. ദെൻ പ്ലസ് അപ്പർ ലിമിറ്റ് ഇവിടെയും കിടക്കുമ്പോൾ എന്ത് വരും, 2² ഡിവൈഡഡ് ബൈ 2 -0 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2² ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എന്താ വരിക, 4/2 എന്ന് പറയുന്നത് 2, ഇവിടെ അതെ 4/2 എന്ന് വരുമ്പോൾ 2 എന്ന് വരും. സോ അതാണ് 1/2 ഇൻറ്റു 2 + 2 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 4 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് A0 is equal to നമുക്ക് എന്ത് കിട്ടി, 2 എന്ന് കിട്ടി.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ എം കണ്ടുപിടിക്കണം. എ എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ ആയിരുന്നു. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? എല്ലിൻ്റെ വാല്യൂ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് എഴുതുക. സോ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ -2 to 2 എഫ് ഓഫ് എക്സ് കോസ് എം പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്ന ഫോമിൽ. ഇനി വീണ്ടും നമ്മളിതിനെ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യുക. -2 to 0 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലും ദെൻ 0 to 2 എന്ന് പറയുന്ന രണ്ട് ഇൻ്റർവെല്ലിലും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സോ ഇൻ്റഗ്രൽ -2 to 0 എന്താ പറയുക എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എം പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 ഡി എക്സ് പ്ലസ് 1/2 ഇൻ്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സ് കോസ് എം പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 ഡി എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? -6ഉം ഈ ഒരു ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻ്റഗ്രേഷൻ ചെയ്യണം. ഇവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി എക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്താ വരിക? ഫസ്റ്റ് ഫംഗ്ഷൻ -x ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എം പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 മൈനസ് ഇൻ്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ -1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് നമുക്ക് എന്ത് വരും? കോസ് എം പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് വരും അല്ലേ. ഇനി നമ്മൾ കോസ് എം പൈ എക്സിനെ ഡിവൈഡ് ചെയ്യും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ ഒരു എം പൈ ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് വരും. ഇങ്ങനെ വരിക കേട്ടോ. സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 വോൾ ഡിവൈഡഡ് ബൈ എം പൈ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയും. അപ്പോൾ ഇത് റെസിപ്രോക്കലി മേലോട്ട് വരുമ്പോൾ നമുക്കാണ് 2 ഡിവൈഡഡ് ബൈ എം പൈ ഇൻറ്റു സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അതേമാതിരി നമ്മൾ ഇവിടെയും അത് വരും. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ വീണ്ടും അതായത് സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ഇൻ്റഗ്രൽ ഈ ഒരു ടേമിൽ നമുക്ക് ഇനി വരിക സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും. അതിനെ വീണ്ടും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയുക? ലിമിറ്റ്സ് കൊടുക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതേമാതിരി തന്നെ നമ്മൾ എവിടെയും ചെയ്യാം. ഈ ഒരു ഫോമിലും സെയിം റിസൾട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുത്ത് നമ്മൾ സോൾവ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ ലിമിറ്റ് കൊടുക്കുക, അതിൻ്റെ സോൾവ് ചെയ്തെടുക്കുക. അങ്ങനെ ലാസ്റ്റ് നമുക്ക് സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 4 ഡിവൈഡഡ് ബൈ എം സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു കോസ് എം പൈ -1 എന്ന് നമുക്ക് കിട്ടും. ഇനി കോസിൻ്റെ വാല്യൂ. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ കൊടുത്തിട്ട് നിങ്ങളതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. വേറെ ഒന്നുമില്ല, ഫുൾ ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേഷൻ ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് സോൾവ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് വരുന്ന കേസ് എന്ന് പറയുന്നത് 4 എം സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു കോസ് എം പൈ -1 എന്നാണ് നമുക്ക് വരിക. ഇവിടെ കോസ് എം പൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് കോസ് എൻ പൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് അറിയാം റിസൾട്ട് -1 ഓൾ പവർ n എന്നാണ്. അപ്പോൾ ഇവിടെ കോസ് എം പൈ ആയതുകൊണ്ട് അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്? -1 ഓൾ പവർ m -1 ഡിവൈഡഡ് ബൈ എം സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെയും ഇതേമാതിരി തന്നെ ബി എം എന്ന് പറയുന്നത് 1/L ഇൻറ്റു ഇൻ്റഗ്രൽ -L to L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ L ആണ്. എല്ലിൻ്റെ വാല്യൂ 2 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇൻ്റഗ്രേഷനെ 2 ഇൻ്റർവെല്ലിലാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതാണ് 2 ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്തത്. ദെൻ അതായത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം ഈ ഒരു ഇൻ്റഗ്രൽ എടുത്തിട്ട് സെപ്പറേറ്റ്ലി ആയിട്ട് ചെയ്യുക, ഈ ഒരു ഇൻ്റഗ്രൽ സെപ്പറേറ്റ് എടുത്ത് ചെയ്യുക. അതിനുശേഷം വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടെ ഫൈനലി കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും മതി. അതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ കൊടുത്ത് അത് സെയിം എഴുതുമ്പോൾ നമുക്ക് ഇത് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. ഇതിൽ ശ്രദ്ധിക്കണം, സൈൻ എം പൈ എന്നൊക്കെ വരുന്ന ടേംസ് ഓൾറെഡി 0 ആയിട്ട് പോകും. സൈൻ എൻ പൈ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആണ്. സോ സൈൻ എം പൈ എന്ന് പറയുന്ന വാല്യൂസ് ആണ്. സോ നമുക്കിവിടെ ബി എം എന്ന് പറയുന്നത് എന്ത് കിട്ടി? ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടേഷനാണ്, അതുകൊണ്ടാണ് പറയാത്തത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0 ഡിവൈഡഡ് ബൈ 2
പ്ലസ് സമ്മേഷൻ എം റേഞ്ചിങ് ഫ്രം 1 to ഇൻഫിനിറ്റി എന്ത് പറഞ്ഞിരുന്നു എ എം ഇൻറ്റു കോസ് എം പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് ബി എം സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഇവിടുത്തെ എ നോട്ടിൻ്റെ വാല്യൂ എന്തായിരുന്നു 2 ആയിരുന്നു. ദെൻ നമുക്ക് എ എൻ പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ കിട്ടിയത് നമുക്ക് 4 ഇൻറ്റു -1 ഓൾ പവർ എം സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു പിന്നെ ദെൻ കോസ് എം പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതായിരുന്നു. പ്ലസ് നമുക്കൊരു ടേം കൂടി ഉണ്ടായിരുന്നു അല്ലേ, ബി എം ഇൻറ്റു സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന്. പക്ഷേ നമുക്കിവിടെ ഓൾറെഡി ബി എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരുന്നു. അങ്ങനെ ബി എമ്മിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ടേം എന്ന് പറയുന്നത് എന്തായിട്ട് പോകും, ക്യാൻസൽ ചെയ്ത് പോയിട്ടാണ് നമ്മൾ ഇത്രത്തോളം വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കിവിടെ 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക 1 അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ 1 എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ എമ്മിന് ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഫസ്റ്റ് എമ്മിന് വാല്യൂ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ടേം എന്താ വരുന്നതെന്ന് നോക്കുക. 4 ഇൻറ്റു -1 ഓൾ പവർ 1 -1 ഓൾ ഡിവൈഡഡ് ബൈ എം സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു നമുക്ക് എന്ത് വരും കോസ് എമ്മിന് 1 കൊടുക്കുമ്പോൾ പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് -1 തന്നെയല്ലേ, -1 ഓൾ പവർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 തന്നെ. സോ ഇവിടെ എന്ത് വരും -1 എന്ന് പറയുമ്പോൾ -2 അല്ലേ. -2 ഇൻറ്റു 4 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 8/പൈ സ്ക്വയർ ഇൻറ്റു കോസ് പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു. സോ നമുക്ക് ആ ടേം നമ്മളിവിടെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് എമ്മിന് വാല്യൂ എന്ന് പറയുന്നത് എന്ത് ഇട്ട് കൊടുക്കുക, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ -1 ഓൾ സ്ക്വയർ -1 എന്ന് വരും അല്ലേ. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുമ്പോൾ -1 ഓൾ സ്ക്വയർ വരുമ്പോൾ 1 - 1 = 0. സോ ആ ഒരു m = 2 ആവുന്ന കേസിൽ ഈ ഒരു ടേം മൊത്തത്തിൽ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ഇനി m = 3 വരുന്ന കേസിൽ വീണ്ടും നമുക്ക് എന്താ വരിക, ഇവിടെ ഈ മുകളിലുള്ളത് 8 വരും, താഴെ ചെയ്യുമ്പോൾ 3² പൈ സ്ക്വയർ ഇൻറ്റു കോസ് 3π x ഡിവൈഡഡ് ബൈ 2. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെ ഓരോ വാല്യൂസ് നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഇത് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതിപ്പോയി. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ ചെയ്തത്. ഇനി എല്ലാ ടേമിലും നോക്കിക്കേ, ഒരു 8 ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ കോമൺ ആണ് അല്ലേ. അപ്പോൾ ആ 8 ഡിവൈഡഡ് ബൈ പൈ സ്ക്വയറിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. സോ അതാണ് ഇവിടെ പറയുന്നത് 1 - 8 ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള ടേംസിനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. എന്താണ്, കോസ് പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1/3² ഇൻറ്റു കോസ് 3π x ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1/5² ഇൻറ്റു കോസ് 5π x ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് പറയണത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫോമിനെ, ഈ ഒരു ബ്രാക്കറ്റിലുള്ളതിനെ ഒരു സീരീസ് റെപ്രസെൻറ്റേഷനിൽ എഴുതാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ 1 അങ്ങനെ തന്നെ നിർത്തി, 8 ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ അങ്ങനെ തന്നെ നിർത്തി. ഇനി നമുക്കിവിടെ ഈ 1/3² 1/5² എന്നൊക്കെ ഉണ്ട് അല്ലേ. ഇപ്പം നമ്മൾ എന്താ പറയുക, ഓഡ് നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്, 2n - 1 എന്ന് പറയുന്ന ഫോമിലല്ലേ റെപ്രസെൻറ്റ് ചെയ്യാറ്. നോക്കിക്കേ, ഇതിൽ n-ന് 1 കൊടുക്കുമ്പോൾ, ഇപ്പോൾ 2n - 1 എടുത്തു, n-ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതേ = 1 എന്ന് കിട്ടും അല്ലേ. അതേമാതിരി n-ന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും, 2 × 2 4 -1 എന്ന് പറയുമ്പോൾ നമുക്ക് 3 കിട്ടും. ദെൻ n-ന് 3 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, ഇവിടെ 5 എന്ന് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിട്ട് മാറി, ഈ 1/3² ഇവിടെ എന്താണ് പകരം 1/1² എന്ന് പറയുന്നത്, അതേമാതിരി 1/5² എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓഡ് നമ്പേഴ്സിനെ 2n - 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യുക, 2n - 1 ഓൾ സ്ക്വയർ എന്ന് കൊടുത്തു നമ്മൾ, കാരണം ഇവിടെ സ്ക്വയർ ടേം കൂടി ഉണ്ടല്ലോ. ഇനി അതേമാതിരി ഈ 3, 5 എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അല്ലേ, കോസിൻ്റെ കൂടെയുള്ള ടേം. സോ നമ്മൾ അതിനെ കോസ് 2n - 1 ഇൻറ്റു പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് നമ്മൾ അതിനെയും റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ സീരീസ് എവിടെ നിന്ന് മുതൽ എവിടം വരെ വേരി ചെയ്യണമെന്നാണ് പറയുന്നത്. സീരീസ് വേരീസ് ഫ്രം n = 1 to ഇൻഫിനിറ്റി, 1-ൽ നിന്ന് ഇൻഫിനിറ്റി വരെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ആ സീരീസ് പോകുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് അടുത്തതും. സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ f is defined by f of x is equal to 0 when -2 less than x less than 0 and 0 less than x less than 2 and f of x plus 4 is equal to f of x. ഓക്കെ, ഇങ്ങനെ ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം
എന്താണ് ഈ ഒരു ഫംഗ്ഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 4 ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ പീരീഡ് 4 ആണെന്ന് നമ്മൾ എടുക്കണം. സോ 2l ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഫോമിലാണെന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാവണം. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? l is equal to 4/2 എന്ന് കിട്ടും. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് l is equal to 2 ആണെന്ന് കിട്ടും. അത്രയും കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിൽ ഓർത്തിരിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് എന്ന് പറയുന്നത് എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? 3 പീരീഡ് ആയിട്ടുള്ള ഗ്രാഫ് വരയ്ക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ് വൈയും ആക്സിസുകളും നമ്മൾ വരച്ചു. സോ എക്സ് ആക്സിസ് നമ്മൾ വരച്ചു. നമുക്കെന്ന് പറയുന്നത് -2 to 0 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് അല്ലേ? ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് വരയ്ക്കേണ്ടത്. ദെൻ 0 to 2 എന്ന് പറയുന്നതിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് ഒരു പീരീഡിൽ നമുക്കുണ്ടായി. ഇനി ഈ പീരീഡിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയായിരുന്നു? 4 ആയിരുന്നു. സോ നമ്മൾ നെക്സ്റ്റ് ഒരു 4 ഡിസ്റ്റൻസ് ഉള്ള ലെങ്ത് ഉള്ള ഇൻ്റർവെൽ എടുക്കുക. അതിൽ വീണ്ടും ഇതേ ഷേപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് വരയ്ക്കുക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്തത്. സെയിം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 4 ഡിസ്റ്റൻസ് എടുത്തു. ഇവിടെ എന്ന് പറയുന്നതും നമ്മൾ സെയിം ഫിഗർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്തിട്ട് വരയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഗ്രാഫ് വരച്ചിരുന്നത്. സോ ഗ്രാഫ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ അല്ലേ? ആ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ മൊത്തത്തിലുള്ള ഗ്രാഫ് അല്ല കേട്ടോ വരയ്ക്കുന്നത്. അതായത് ഈ ഒരു ഇൻ്റർവെല്ലിലാണ് നമ്മൾ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെ വന്നത്. പിന്നെ നമ്മൾ എന്താണ് 3 പീരീഡ്സിന് വെച്ചതാണ്. പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് അടുത്തൊരു 4 ഡിസ്റ്റൻസ് പീരീഡിൽ നമ്മൾ വീണ്ടും ഈ ഷേപ്പ് അതേമാതിരി റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് തെറ്റിപ്പോവരുത് എപ്പോഴും. പലപ്പോഴും ആ ഒരു പിന്നെ അടുത്ത ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ അതുമാതിരി അല്ല വരിക എന്നൊന്നും ആലോചിച്ച് പോകരുത്. അത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? l is equal to l is equal to നമുക്ക് എന്താണെന്ന് അറിയാം? 2 ആണെന്ന് അറിയാം. ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0 ഡിവൈഡഡ് ബൈ 2 പ്ലസ് എഫ് ഓഫ് എക്സിനെ ഈ ഒരു ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? a0ഉം am-ഉം bm-ഉം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ a0ൻ്റെ ഇക്വേഷൻ എന്താണ്? a0 is equal to 1/l ഇൻറ്റു ഇൻ്റഗ്രൽ -l to l എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. സോ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ -2 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ഇൻ്റഗ്രലിനെ എന്ത് ചെയ്യാണ്? 2 ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് മുതൽ എവിടം വരെ? -2 to 0. നമ്മൾ നേരത്തെ ചെയ്ത അതേമാതിരി തന്നെ -2 to 0ൽ സ്പ്ലിറ്റ് ചെയ്യാം. ഇൻറ്റു 0 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to 2 1 ഡി എക്സ് എന്ന് എഴുതാം. സോ ഈ ഒരു ഇത് 0 ആയതുകൊണ്ട് ഈ ഒരു ഇൻ്റഗ്രലിൽ പോകും. ഇൻ്റഗ്രൽ 1നെ നമ്മൾ എന്താ പറയുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് വരും. എക്സ് എന്ന് പറയുന്നത് ഇവിടുന്ന് എവിടെ മുതൽ? 0 to 2 വരും. സോ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2 - 0 വിച്ച് ഇസ് ഈക്വൽ ടു 2 വരും. സോ അതെന്തായിട്ട് മാറി? 1/2 ഇൻറ്റു 0 + 2 വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് a0 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 കിട്ടി. ഇനി നമ്മൾ am കണ്ടുപിടിക്കണം അല്ലേ? am കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓക്കെ, am കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഇക്വേഷൻ ഇതിൽ എല്ലിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഇൻ്റഗ്രലിനെ 2 സ്പ്ലിറ്റ് ചെയ്തു. ഫസ്റ്റത്തെ ഇൻ്റഗ്രലിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0യും സെക്കൻഡത്തെ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1. ബിക്കോസ് 0 to 2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ 1ഉം -2 to 0 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ 0 ആണ്. സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവും. ഇനി ഇവിടെ നമുക്ക് cos m പൈ അല്ലേ? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? sin m പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും? m പൈ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇതിനെയാണ് നമുക്ക് 2/m പൈ ഇൻറ്റു sin m പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതുന്നത്. സോ നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതാണ് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് പകരം ഇവിടെ 2 കൊടുക്കും. സോ 2ഉം 2 ക്യാൻസൽ ചെയ്തു പോകും. ഇപ്പോൾ sin m പൈ എന്ന് വരും അല്ലേ? sin m പൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക? sin 0 എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഉള്ളിൽ 1/2 ഇൻറ്റു 0 എന്ന് കിട്ടും. സോ നമ്മുടെ അതെന്തായിട്ട് പോകും? an is equal to 0 എന്നായിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ bm കണ്ടുപിടിക്കാം. bm is equal to നമുക്ക് എന്താ പറയുക? 1/l ആണ് നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ. ഓക്കെ, ഇതേമാതിരി തന്നെ ഡെഫിനിഷൻ ഇതാണ്. നമ്മൾ എന്ത് ചെയ്യുക? -2 to 2 എഫ് ഓഫ് എക്സ് 2 ഇൻ്റഗ്രലിലും സ്പ്ലിറ്റ് ചെയ്യുക. സോ ഫസ്റ്റത്തെ 0 ആയതുകൊണ്ട് ഈ ഒരു ടേം പോവും. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈനിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? -cos m പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 വോൾ ഡിവൈഡഡ് ബൈ -cos m പൈ എക്സ് ഡിവൈഡഡ് by 2 whole divided by m pi divided by 2 എന്ന് വരും. ഇതിനെ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 divided by m pi എന്ന് പറയുന്നത് കിട്ടും. സോ അതായിരുന്നു നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് എന്താ പറയണത്?
minus 2 by m pi into cos m pi x divided by 2 within the limit 0 to 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ ഫസ്റ്റ് ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, എക്സിന് പകരം 2 കൊടുക്കുമ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു പോകും. സോ നമുക്ക് അവിടെ എന്ത് വരും, കോസ് എം പൈ എന്ന് പറയുന്ന ടേം വരും. സോ നമുക്ക് അവിടെ എന്തായിരിക്കും 1/2 ഇൻറ്റു -2/m π ഇൻറ്റു -1 കോസ് എം പൈ എന്ന് പറയും. കോസ് എം പൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, 1 പവർ -1 പവർ m ആണെന്ന് കിട്ടി അല്ലേ. ഇനി മൈനസ് അടുത്തത് നമുക്ക് കോസ് 0 എന്നാണ് വരിക അല്ലേ. ഇപ്പം നമുക്ക് എന്താണ് അവിടെ -2/m π ഇൻറ്റു കോസ് 0 എന്ന് പറയുന്നത് 1 ആണ് വരിക അല്ലേ. ഈ മൈനസ് കൂടി പ്ലസ് ആവും. സോ അതായിരുന്നു ഈ ഒരു ടേമിൽ എഴുതിയിരിക്കുന്നത്. 1/2 ഇൻറ്റു എന്താണ് -2 ഇൻറ്റു -1 ഓൾ പവർ m ഡിവൈഡഡ് ബൈ m π പ്ലസ് 2 ഡിവൈഡഡ് ബൈ m π എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ ഈ ഒരു ടേമിലും 2 കോമൺ ആണ്, ഈ ഒരു ടേമിലും 2 കോമൺ ആണ്. സോ ആ 2നെ നമ്മൾ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പുറത്ത് 1/2 ആ 2ഉം 2s കൂടിയും ക്യാൻസൽ ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ടേമിനെ അറേഞ്ച് ചെയ്ത് ഇതാണ് അതാണ് ഇങ്ങനെ 1 -1 ഓൾ പവർ m ഡിവൈഡഡ് ബൈ m π ഫോർ ആൾ m റേഞ്ചിങ് ഫ്രം 1 to etc up to അങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബി എമ്മിൻ്റെ വാല്യൂവും കിട്ടി. ഫുൾ കമ്പ്യൂട്ടേഷനാണ്, എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. ഇവിടെ ഏത് പ്രോബ്ലംസ് ഇതേമാതിരി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എസ് ക്വസ്റ്റനിലൊക്കെ വരികയും ചെയ്യും, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേയിലൊക്കെ വരികയും ചെയ്യും. നമുക്ക് കമ്പ്യൂട്ടേഷൻസ് അറിയണം. കമ്പ്യൂട്ടേഷൻസ് അറിഞ്ഞാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമ്മൾ ഈ എ നോട്ടിൻ്റെ ഇതിൻ്റെയൊക്കെ വാല്യൂസ് എന്ന് പറയുന്നത് ഇതുവരെ കണ്ടു വെച്ചിട്ട് അവിടെ നിർത്തി പോകരുത്. ഇതുവരെ എത്തുമ്പോഴേക്കും ഒരുപാട് സ്റ്റെപ്പ് ചെയ്തു എന്ന് വെച്ചാൽ നിർത്തരുത്. ഇനി നമുക്ക് എഫ് ഓഫ് എക്സിന് എന്ത് ചെയ്യണം, റെപ്രസെൻറ്റ് ചെയ്യണം അല്ലേ. എ നോട്ട് ഡിവൈഡഡ് ബൈ 2 പ്ലസ് സമ്മേഷൻ എം റേഞ്ചിങ് ഫ്രം 1 to ഇൻഫിനിറ്റി, അതായത് എ എം ഇൻറ്റു cos m pi x divided by 2 plus bm into sin m pi x divided by 2. സോ എ എമ്മിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, എ എൻ്റെ വാല്യൂ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, ബി എമ്മിൻ്റെ വാല്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ നമുക്ക് ഈ ഒരു ടേംസ് എന്തായാലും ക്യാൻസൽ ചെയ്ത് പോലെ 0 ഇൻറ്റു എന്ന് പറയാനുണ്ട്, ആ ഒരു ടേം പോവും. റിമൈനിങ് ആയിട്ട് നമുക്ക് ഈ സമ്മേഷൻ്റെ ഉള്ളിൽ ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഓരോ വാല്യൂസ് എന്നിന് 1 കൊടുക്കുക, എന്നിന് 2 കൊടുക്കുക അല്ലേ. അപ്പോൾ ആദ്യം 1/2 നമ്മൾ അങ്ങനെ പുറത്ത് നിർത്തി എന്നിന് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. എന്നിന് 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക, 1 -1 എന്ന് വരും. സോ അതെന്തായിട്ട് വരും, 2 ആയിട്ട് വരും അല്ലേ. ഇപ്പോൾ 2 ഡിവൈഡഡ് ബൈ m π എന്ന് പറയുന്നത് 1 ഇൻറ്റു π എന്ന് പറയുന്നത് പൈ ആണ്. ഇവിടെ എന്ത് വരും, സൈൻ എമ്മിന് 1 കൊടുക്കുമ്പോൾ π x ഡിവൈഡഡ് ബൈ 2. സോ അതായിരുന്നു നമ്മൾ ഈ ഒരു ടേം എഴുതി. ഇനി അടുത്തത് ഇതേമാതിരി എന്നിന് 2 കൊടുക്കണ സമയത്ത് എന്ത് വരും, 1 -1 എന്ന് വരും. 1 അപ്പോൾ അതെന്തായിട്ട് മാറും, 0 ആയിട്ട് പോകും. അപ്പോൾ ആ ഒരു ടേം എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് പോകും. ഇനി വീണ്ടും എന്നിന് 3 കൊടുക്കുമ്പോൾ ഉള്ള ടേം ഇവിടെ ഉണ്ടാവുള്ളൂ. എന്നിന് 4 കൊടുക്കുമ്പോൾ ആ ടേം 0 ആയിട്ട് ക്യാൻസൽ ചെയ്തു. പിന്നെ എന്നിന് 5 കൊടുക്കുന്ന ടേം ആണ് ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അത് ഓരോന്നും അങ്ങനെ എഴുതുക. അതിന് എഴുതിയതിന് ശേഷം എല്ലാ ടേമിലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു 2/π എന്ന് പറയുന്നത് കോമൺ ആണ്. സോ ആ 2/πനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. 1/2 പ്ലസ് 2/π എന്ന് എടുത്തു. ദെൻ ബാക്കിയുള്ളതിന് അങ്ങനെ തന്നെ എഴുതി, സൈൻ π x ഡിവൈഡഡ് ബൈ 2, ദെൻ 1/3 ഇൻറ്റു സൈൻ π x ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1/5 ഇൻറ്റു സൈൻ 5π x ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഇവിടെ 1/1 എന്ന് പറയുന്ന ഫോമിലാണ് 1 3 5. ഇപ്പോൾ എന്താണ്, നമ്മൾ ഓഡ് നമ്പേഴ്സ് ആണുള്ളത്. അതുമാതിരി തന്നെ ഈ ആംഗിളിൻ്റെ അവിടെയുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് ആയിട്ടാണ് വരുന്നത്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. 2n - 1 എന്ന് പറയുന്ന അതിനെ ആ ഒരു സിമ്പൽ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. സോ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ, അവിടെ ഹോൾ സ്ക്വയർ ഉണ്ടായിരുന്നു, ഇവിടെ സ്ക്വയർ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് അതെന്ത് കിട്ടി, 1/2 പ്ലസ് 2/π സമ്മേഷൻ എൻ റേഞ്ച് ഫ്രം 1 to ഇൻഫിനിറ്റി. ഇതിന് ഇങ്ങനെയുള്ള ഓരോ ടേമിന് ആയിട്ടാണ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കണേ, 1/2n - 1 എന്ന് കൊടുത്തു. ദെൻ സൈൻ നമ്മൾ 3a5 എന്ന് പറഞ്ഞിട്ടല്ലേ വരിപ്പോണേ. അപ്പോൾ ആ വേര് ചെയ്യണതിന് നമ്മൾ 2n - 1 ഇൻറ്റു π x ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുത്തു. സോ ഇതാണ് നമ്മൾ ഗിവൺ എഫ് ഓഫ് എക്സിനെ ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കൊസൈൻ ഫങ്ഷൻസ് ആയിട്ട് എഴുതി. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഫൊറിയർ സീരീസ് ഫോർ ദി ഗിവൺ ഫംഗ്ഷൻ. നമ്മുടെ ഗിവൺ ഫംഗ്ഷനുള്ള ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങളായിരുന്നു ഈ ഒരു പ്രോബ്ലത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. ഇവിടെ ആകെ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എഫ് ഓഫ് എക്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം അതങ്ങോട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. എ നോട്ട് ഡിവൈഡഡ് ബൈ 2 പ്ലസ് സമ്മേഷൻ ആ ഒരു ടേം എന്ന് പറയുന്നത് എ നോട്ട് ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. എ എം ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. എ എൻ ഇസ് ഈക്വൽ ടു എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കണം, കോസ്
എം പൈ എന്ന് പറയുന്നത് -1 ആയിരിക്കും. കോസ് എൻ പൈ എന്നാണെങ്കിൽ -1 ആയിരിക്കും. അതേമാതിരി തന്നെ സൈൻ എം പൈയോ എൻ പൈയോ എന്ത് വന്നാലും 0 ആണ്. അതായത് സൈൻ ഓഫ് എൻ ഇൻ്റഗ്രൽ മൾട്ടിപ്ലൈ പൈ എന്ന് വന്നു കഴിഞ്ഞാൽ അത് 0 ആണ്. ആ കാര്യങ്ങൾ ഉപയോഗിക്കണം. പിന്നെ സൈനിൻ്റെയും കോസിനെയും നമ്മളിങ്ങനെ അതായത് ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഇൻ്റഗ്രലിൻ്റെ ടേംസ് വരുന്നുണ്ട്. ഇപ്പോൾ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നോ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആ ഇൻ്റഗ്രേഷനെ അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അത് പഠിച്ച് വയ്ക്കുക. പിന്നെ ഈ കോസിൻ്റെയും സൈനിൻ്റെ ഒക്കെ ഇൻ്റഗ്രേഷനോ ആണ് മെയിനായിട്ട് വേണ്ടത്. അത് മറന്നു പോകരുത്. അത് എങ്ങനെയാണ് കോസിനെയും സൈനൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് അറിയാത്തവർ അത് പഠിച്ച് തന്നെ വയ്ക്കുക. എളുപ്പമുള്ള ഭാഗമാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് ഇരുന്ന് എഴുതി പഠിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സെക്ഷനാണ്. ഓക്കെ.